കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇത് ചിരകിയ തേങ്ങയാണെങ്കിൽ എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ തരിതരിയായിട്ട് ഒന്ന് പൊടിഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് പിന്നെ നമുക്ക് ഒന്ന് കറക്കിയതിന് ശേഷം അരഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. ചട്നി നമ്മുടെ ഇഷ്ടം അനുസരണം നല്ല സ്മൂത്ത് ആയിട്ട് വേണമെങ്കിൽ അരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു തരിതരി പോലെ അങ്ങനെ അരച്ചെടുക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസ് ആക്കി എടുക്കാം.